ഞാൻ 2 ദിവസത്തിനകം തരാം കേട്ടോ. അതൊന്നും സാരില്ല ചേച്ചി. എന്നാലും ഇല്ല ലക്ഷ്മി, ഇത് നമ്മളെ വീടല്ല, നമ്മുടെ അയൽക്കാരല്ലേ. ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദീപൻ ചോദിച്ച് വാങ്ങിച്ചിട്ട് വൃത്തിയോട്. ഒന്നും പേടിക്കണ്ട, നമ്മൾ അയൽവൊക്കെ അല്ലേ. നിന്നോട് ഞാൻ പോണ്ട തവണ പറഞ്ഞിട്ടുണ്ട്, പുറകിൽ കൂടെ വന്ന് പേടിപ്പിക്കരുതെന്നോ. പൊട്ടി. അതമ്മേ, സന്തോഷ വാർത്ത പറയാൻ. എന്താ നീ പണിക്ക് പോകാൻ തീരുമാനിച്ചോ? അതല്ലമ്മേ, അമ്മ ഇന്നലെ എടുത്ത ലോട്ടറി ഇല്ലേ, അത് ഫസ്റ്റ് പ്രൈസ് അമ്മയ്ക്ക് അടിച്ചേ 80 ലക്ഷം. ഇനി നമുക്ക് സുഖമായിട്ട് ജീവിക്കാം അല്ലേ അമ്മേ? അമ്മേ, അമ്മേ, എന്തോ അമ്മേ, 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 ഞാൻ മരിച്ചോ? ആന്റിക്ക് ഒന്നും പറ്റിയില്ല, രക്ഷപ്പെടുവാൻ ചെറിയൊരു ബോധം കിട, അത്രേ ഉള്ളൂ. മക്കളെ, നീ ഒന്ന് പുറത്തോട്ടിറങ്ങി തന്നെ, എനിക്ക് ഇവനോട് ഇച്ചിരി സംസാരിക്കാനുണ്ട്. ശരി. ഏതാ ഇനി അവനുമായിട്ട് ഇതിന്റെ കൂട്ടൊന്നും വേണ്ട, അല്ലെങ്കിൽ ഇതിന്റെ പങ്ക് അവനും കൊടുക്കേണ്ടി വരും. അമ്മ, ആ ലോട്ടറി എവിടെ? ഞാൻ ഫോണിൽ ഫോട്ടോ എടുത്തോണ്ട് എനിക്ക് അറിയാൻ പറ്റി. അത് ഈ അലമാരിയിൽ ഇരിപ്പുണ്ട്, നീ അത് കാശാക്കാനുള്ള വഴി നോക്ക്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. എന്താടാ അമ്മ എന്നെ പറ്റി പറഞ്ഞത്? ഓ, അതോ, നിനക്കെന്തെങ്കിലും കാര്യമായിട്ട് തരണമെന്ന് അമ്മ പറഞ്ഞത്. ആണോ? സ്വിമ്മിംഗ് പൂൾ ഇവിടെ പണിയും. ഡ്രൈവർ വണ്ടി എടുക്കൂ, ഡ്രൈവർ വണ്ടി എടുക്കൂ. ഡേ, എവിടെ പോണ കാര്യം പറയുന്നത്? അതെ, ഇങ്ങനെ നോക്കി നിന്നിട്ട് എന്ത് ചെയ്യാനാ? നമുക്ക് അമ്മയെ പോയി കാണാം, പണി തീർക്കണ്ടേ? അല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. എന്റെ അമ്മ ഒരു വല്ലാത്ത സാധനമാണ്, ആട്ടി ഓടിക്കുമോ എന്നാണ് എന്റെ ഒരു പേടി. ലോട്ടറി അടിച്ച കാശാണെങ്കിലും ആ കാശിലൊരു മകളെന്നുള്ള നിലയ്ക്ക് എനിക്കും അവകാശമുണ്ട്. പിന്നെ സ്ത്രീധനത്തിനൊക്കെ ബാക്കി തരാനുണ്ടല്ലോ. കൊള്ളാം, ഇതും ചോദിച്ചോണ്ട് പോയപ്പോഴല്ലേ നമ്മൾ അന്ന് ആട്ടി ഇറക്കി വിട്ടത്. അതിനിപ്പോ അമ്മയ്ക്ക് കാശ് ഉണ്ടല്ലോ. ശരിയാണ്, കുറച്ച് പൈസയും കൂടെ കിട്ടിയ വീട് പണിയൊക്കെ ശരിയാവുമല്ലോ. നമുക്ക് ഇന്ന് തന്നെ അങ്ങ് പോയാലോ? എടാ, എന്താടാ? അതെ, അമ്മയ്ക്ക് ലോട്ടറി അടിച്ചു. ഓ, അതിന് നിന്റെ അമ്മ ഇവിടെ നിന്ന് എടുത്തില്ലല്ലോ. അമ്മ എടുത്തത് ഇവിടുന്നല്ല. അതെ, എത്ര അടിച്ചു? 500 1000? 500 1000 ഒന്നും അല്ല, 80 ലക്ഷമാ. അത് ഒന്നാം സമ്മാനം. അതെ, ഈ 80 ലക്ഷം അടിച്ചാ നമ്മുടെ കയ്യിൽ എത്ര കിട്ടും ചോദിച്ചേട്ടാ? 80 ലക്ഷം അടിച്ച ടാക്സ് ഒക്കെ കഴിഞ്ഞ് ഒരു 50 കിട്ടും. 50 കിട്ടത്തുള്ളൂ അല്ലേ? പിന്നെ വേറൊരു പരിപാടിയുണ്ട്, 10 ലക്ഷം കൂടുതൽ കിട്ടും. അതെങ്ങനെ? എനിക്കൊരാളെ അറിയാം, 10 ലക്ഷം കൂടുതൽ കിട്ടും. അയാൾക്ക് ലോട്ടറി കൊടുത്താൽ അയാൾ കൂടുതൽ കാശ് തരും. ഏത്? 50-ന് 60. നോക്കണോ? നല്ല ഉടായിപ്പാണോ? ഏയ്, ഉടായിപ്പൊന്നുമല്ല. നീ ലോട്ടറി ആയിട്ട് വന്നാൽ മതി, കാശ് ഞാൻ റെഡിയാക്കി തരാം. ഇതൊക്കെ എന്ന് പറഞ്ഞാലേ
ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കുന്ന ഏർപ്പാടാണ്. നീ ആരോട് പറയാൻ നിൽക്കണ്ട. ലോട്ടറി ആയിട്ട് വന്നാൽ മതി, കാശൊക്കെ ഞാൻ ശരിയാക്കി തരാം. പിന്നെ ഒരു കാര്യം, എൻ്റെ കമ്മീഷൻ മറക്കരുതേ. കമ്മീഷനൊക്കെ തരാം, പക്ഷെ ഒരു കാര്യമുണ്ട്, അമ്മ ലോട്ടറി ആയിട്ട് ഇങ്ങോട്ട് വരത്തില്ല, അയാളെ അങ്ങോട്ട് കൊണ്ടുവരും. എന്തായാലും ഞാൻ അയാളൊന്ന് കാണട്ടെ. ഞാൻ എന്നിട്ട് നിന്നെ വിളിക്കാം. ഓക്കെ. എന്താ പോയ കാര്യം? അമ്മേ, ലോട്ടറി ബാങ്കിൽ കൊടുത്ത 40% കഴിഞ്ഞുള്ള ക്യാഷ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 50 ലക്ഷം രൂപ നമുക്ക് കിട്ടും. 50? ബാക്കി 30 ലക്ഷമോ? അത് ടാക്സ് പോകും ആന്റി. മാറുന്നില്ലേ അങ്ങോട്ട്? എന്നാലും 30 ലക്ഷം. അമ്മേ, വേറൊരു സംഗതിയുണ്ട്. എടാ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ലമ്മേ. കാശുമായിട്ട് വൈകിട്ട് ആള് വരും, ലോട്ടറി കൊടുക്കുക, കാശ് വാങ്ങുക. 10 ലക്ഷം കൂടുതൽ കിട്ടിയാൽ പൊളിക്കൂ. അമ്മേ, പിന്നൊരു കാര്യം, ജോയിച്ചേട്ടന് 1 ലക്ഷം രൂപ കമ്മീഷൻ കൊടുക്കണം. 1 ലക്ഷം രൂപ കമ്മീഷനോ? ഒന്ന് കൊടുക്കണോ? 1 ലക്ഷം പോയാൽ തന്നെ ബാക്കി 59 നമുക്ക് കിട്ടത്തില്ല അമ്മേ. പിന്നെന്താ കുഴപ്പം? ഓ ആ, അത് ഞാൻ കൊടുത്തുവിടാം. ആ സാറേ, ആ ശരി ശരി ശരി. ആ എന്താ ജോയി പറഞ്ഞത്? സാറേ, ഞാൻ ആ ലോട്ടറിയുടെ കാര്യം പറഞ്ഞു. ജോയിക്ക് അറിയാലോ, ഞാൻ ഈ ചെറിയ ഇടപാടുകളൊന്നും ചെയ്യാറില്ല. ശരി. പിന്നെ ജോയി പറഞ്ഞതുകൊണ്ട് നമുക്ക് നോക്കാം. ഇതിപ്പോ എത്ര ഉണ്ടെന്ന് പറഞ്ഞ? ഇതിപ്പോ 80 ഉണ്ട്. ഫസ്റ്റ് പ്രൈസാ. 80 ഉണ്ടല്ലേ? 80 ലക്ഷത്തിന് സ്വാഭാവികമായിട്ടും ബാങ്കിൽ കൊടുത്താൽ ഒരു 40 ലക്ഷം രൂപയെ കിട്ടുള്ളൂ. 40-50 വരെ കിട്ടും. ആ, നമുക്കൊരു 10 രൂപയുടെ അധികം കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ സാറ് വൈകിട്ട് ക്യാഷ് ഒന്ന് റെഡിയാക്കി വെച്ചു. നമുക്ക് വൈകിട്ട് ഒരുമിച്ച് അവരുടെ വീട് വരെ പോകും. ഓക്കെ, സെറ്റിൽ അങ്ങ് ചെയ്യാം. സാർ ഓക്കെ അല്ലേ? റെഡിയാ. താങ്ക് യു. ശരി, ഓക്കെ. ആ ജോയിച്ചേട്ടാ, ഇവിടെ രാജേഷേ, നിന്നെ ഞാൻ എത്ര നേരമായിടെ വിളിക്കണേ? ഞാൻ ടോയ്ലറ്റിലായിരുന്നു. ഇവിടെ ഞാൻ വർമ്മ സാറായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡീൽ ചെയ്തിട്ടുണ്ട്. ആള് വൈകിട്ട് ക്യാഷുമായിട്ട് അങ്ങ് വരും. ഡയറക്റ്റ് ക്യാഷ് ഡീലിംഗ് ആണ്. നീ ടിക്കറ്റ് റെഡിയാക്കി വെക്കണേ. ആ നേരത്തെ പിന്നെ അമ്മ അത് ഇതൊന്നും പറയരുതേ. അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാം സെറ്റപ്പാക്കി വെച്ചോ. ഇവിടെ എല്ലാം സെറ്റാ, പോരെ? ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ 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 ഓക്കെ. ലക്ഷ്മിക്ക് ലോട്ടറി അടിച്ച കാര്യം അറിഞ്ഞല്ലോ. എല്ലാരും വന്നു, നമുക്കൊന്ന് പോയി നോക്കണ്ടേ? അവര് നമ്മൾ പോകുമ്പോ പൈസ കേട്ടെന്ന് വിചാരിക്കും. നമ്മൾ അത്രക്കാരല്ലല്ലോ, അവർക്കറിയാം നമ്മൾ ഒരുപാട് സഹായിച്ചതല്ലേ. ഇത് നല്ലൊരു അവസരം കിട്ടിയല്ലേ, രക്ഷപ്പെട്ടല്ലോ. നമുക്കൊന്ന് കാണാം, പോവല്ലോ. വാ. ഇത് ലക്ഷ്മി എന്നെ എടുത്തത് എന്തോ കോലത്തിലെടുത്തിരിക്കുന്നു നോക്കി. ചേച്ചിക്ക് ഇത്രയും പെട്ടെന്ന് പൈസ കിട്ടുക? അങ്ങനെയൊന്നും ക്യാഷ് കിട്ടത്തില്ല. പിന്നെ ലോട്ടറി അടിച്ച സന്തോഷത്തിൽ ചിലപ്പോ ഒന്ന് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നതായിരിക്കും. ആ വാ, എന്തായാലും നമുക്ക് പോവാം. ചേച്ചി, ആ ദീപിയായിരുന്നോ? ഞാൻ കണ്ടില്ലായിരുന്നു. ഞാൻ കരുതി ആരെങ്കിലും സഹായത്തിന് വന്നായിരിക്കുമെന്ന്. ഇങ്ങനെ കുറെ എണ്ണം ഇറങ്ങിക്കോളും സഹായമൊന്നും പറഞ്ഞ്. ഈ കാശ് ഞങ്ങൾക്ക് പോലും തികയത്തില്ല. ഞങ്ങൾ വന്നത് നിങ്ങൾ കാശ് ചോദിക്കാൻ വന്നൊന്നും അല്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറഞ്ഞത് എന്തൊരു സ്ത്രീയാണ്. ലോട്ടറി അടിച്ചപ്പോ സ്വഭാവം അത്രയും മാറി. ഇങ്ങനെ എന്നോ അത് കൊടു അല്ല.
എക്സ്ക്യൂസ് മീ, ഈ ലോട്ടറി അടിച്ച വീട് തന്നെ? വീട്ടിന് ലോട്ടറി അടിക്കും. അല്ല, ഈ വീട്ടിലുള്ള ആളിനല്ലേ ലോട്ടറി അടിച്ചത്? അതാണ് സാർ ഉദ്ദേശിച്ചത്. നിങ്ങൾ ആരാ? എവിടെ നിന്നാ? ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാ. കുറച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ആർക്ക്? നിങ്ങൾക്കോ? അല്ല, അവർക്ക് നല്ല പലിശ കിട്ടും. ദേ, ആ ഇരിക്കുന്ന ആളിനാ ലോട്ടറി അടിച്ചത്. അങ്ങോട്ട് ചെല്ലി. നമസ്കാരം മാഡം. ആരാ? ഞാൻ അജയ് ഘോഷ്, മാക്സ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വരികയാണ്. മികച്ചൊരു പ്ലാനിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. മാസം വലിയൊരു തുക പലിശയായിട്ട് കിട്ടുന്ന ഒരു മികച്ച പ്ലാൻ സാർ പറഞ്ഞു. മാഡം, പിന്നെ മാഡം മരിച്ചു കഴിഞ്ഞാൽ അവകാശികൾക്ക് ഇരട്ടി തുകയും കിട്ടും. എണീക്കടാ. നീ തന്നെ ഒരു പോളിസി എടുക്കും, എന്നിട്ട് വല്ല വണ്ടിക്കും വട്ടം ചാടും. നിന്റെ വീട്ടുകാർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ. അല്ല മേഡം, സാറ് പറഞ്ഞു വന്നത് സാറേ, ഞാനും വരുന്നു. നിൽക്ക്. എന്തായി, കിട്ടിയോ? ആ കളവിക്ക് ഭ്രാന്താണ്. മോളെ, ഇത് അമ്മാമ്മക്ക് കൊടുക്ക. സുഖം മക്കളെ. മക്കൾക്ക് സുഖമാണോ? മക്കളകത്ത് പോയി കളിച്ചു. അമ്മേ, ഞങ്ങൾ വന്നത് മനസ്സിലായി. കാശിനാണ് വന്നതെങ്കിൽ എനിക്കൊന്ന് ആലോചിക്കണം. എനിക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ അമ്മയ്ക്ക് കാശൊക്കെ ഉണ്ടല്ലോ, അത് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടൊക്കെ ഒന്ന് പണിയായിരുന്നു. അതിന് കാശൊന്നും കയ്യിൽ കിട്ടിയിട്ടില്ല. അത് കിട്ടാനൊക്കെ ഒരുപാട് താമസം എടുക്കും. അത് തന്നെയല്ല, ഞാനിപ്പോ അതെടുത്ത് ചെലവാക്കാൻ തീരുമാനിച്ചിട്ടും ഇല്ല. കാശ് കിട്ടിയെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാ. ചില്ലി കാശ് ഞാൻ കൊടുക്കത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞ പർമ്മസാർ. ജോയി പറഞ്ഞതുപോലെ 60 ലക്ഷം രൂപയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നാട്ടുകാരി ചിലർ എന്നെ കുറിച്ച് പറയും ഞാൻ ഈ കള്ളപ്പണം വെളുപ്പിക്കുന്ന ആളാന്നൊക്കെ. യഥാർത്ഥത്തിൽ അതൊന്നുമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെന്ന് വിചാരിച്ച അല്ലയോ? അതെ സാറേ. ഇത് നിങ്ങൾ ഈ ലോട്ടറി കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്ത 50 ലക്ഷം രൂപയെ കിട്ടുള്ളൂ. ഇതിപ്പോ 60 ലക്ഷം രൂപയുണ്ട്. അപ്പൊ ജോയി കാര്യം ചെയ്യും, കാര്യത്തിലേക്ക് കിടക്കാം. ആ ലോട്ടറി മേടിച്ചു നോക്കി. ലോട്ടറി എവിടെ? ദേ, ലോട്ടറി എന്റെ കയ്യിലുണ്ട്. ഇന്നലെ അടിച്ച ടിക്കറ്റ് അല്ലേ ജോയി? അതൊന്ന് മേടിച്ച് ഇന്നലത്തെ റിസൾട്ട് ആയിട്ട് നോക്കി. ഓക്കെ സാർ. ഈ ടിക്കറ്റിന് സമ്മാനം ഇല്ലല്ലോ. ചേട്ടാ, ഒന്നും കൂടെ ഒന്ന് നോക്കിയേ. ഉണ്ടെന്നേ,
ഞാനല്ലേ നോക്കിയത്? നീ എവിടെ നോക്കി? പത്രത്തില്. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ആ ചെല്ല്. നോക്ക്. ഇത് അടിച്ചിട്ടില്ല. ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടില്ല സാറേ. അടിച്ചിട്ട് ഫസ്റ്റ് പ്രൈസ്. പിന്നല്ല, ഞാനല്ലേ നോക്കിയത്. അയ്യോ, 4 ദിവസം മുമ്പത്തെ പേപ്പറാണോ? എന്താണ് ഇത്? 4 ദിവസം മുമ്പത്തെ പേപ്പറാണ്. എന്താണ് ഇത്? പോലെ നീ പോലെടാ. നീ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ നാളെ വരാം റീത്തുമായിട്ട്. അമ്മ ഇതോടെ പോയി. അമ്മ 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 അമ്മ